ഹലോ മക്കളെ, നാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. മുൻഭാഗത്തിലെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന മൃഗങ്ങളുടെ ജോഡികളിൽ ചാടി സഞ്ചരിക്കുന്നവ ഏത്? ചാടി ചാടുന്നത് ആരാന്ന്? കങ്കാരുവിനെ പോലത്തെ അല്ലെങ്കിൽ തവളനെ പോലത്തെ ആൾക്കാർ. കുതിര, ഒട്ടകം രണ്ടാളും ചാടിപ്പോകുന്നവരല്ല, ഓടുന്നവരാ. പൂച്ച, ആട് ചാടുന്നവരാണല്ല, ഓടുന്നവരാ. സി, ആന, നായ ചാടുന്നവരാണല്ല, നടക്കുകയും ഓടുകയും ചെയ്യുന്നവരാ. ഡി, മുയൽ, കങ്കാരു രണ്ടുപേരും ചാട്ടക്കാരാണ്. അതുകൊണ്ട് ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് ബസ് ഡ്രൈവർ ട്രാഫിക് സിഗ്നലിൽ ചുവന്ന വെളിച്ചം കാണുന്നു. എന്താണ് ഡ്രൈവർ ചെയ്യേണ്ടത്? ചുവന്ന വെളിച്ചം കണ്ട എന്ത് ചെയ്യണം? നമ്മൾ പണ്ടേ പഠിച്ചിന് സ്റ്റോപ്പ് അല്ലേ, നിർത്തണം. അപ്പോൾ ഓപ്ഷൻ എ, മുന്നോട്ട് തന്നെ പോവുക, തെറ്റ്. ഓപ്ഷൻ ബി, ബസ് നിർത്തുക, ശരി അല്ലേ. ഓപ്ഷൻ സി, കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോവുക, തെറ്റാണ്. ഓപ്ഷൻ ഡി, വേഗത കുറച്ച് മുന്നോട്ട് പോവുക, അതും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി തന്നെയാണ് ശരിയായ ഉത്തരം. അടുത്തത്, ഒരു കുടുംബത്തിൽ 1 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിന് കൊടുക്കേണ്ട പ്രധാന ഭക്ഷണം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പം 6 മാസം വരെയുള്ള കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടത്? മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. എ, ചപ്പാത്തിയും പരിപ്പ് കറിയും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല, കുട്ടിക്ക് പല്ലില്ല അല്ലേ. ബി, പഴങ്ങൾ മാത്രം, അല്ല അത് ശരിയല്ല. സി, പച്ചക്കറി സൂപ്പ്, ശരിയല്ല. ഡി, അമ്മയുടെ മുലപ്പാൽ, യെസ് അതാണ് ശരി. യെസ്, ഓപ്ഷൻ നമ്പർ ഡി. അടുത്ത ചോദ്യം, നിങ്ങളുടെ സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാണ്. ചുവടെ ചില ക്ലോക്കുകൾ വരച്ചിട്ടുണ്ട്. ഏതിലാണ് ഈ സമയം കാണിക്കുന്നത്? 8 മണി എന്ന് കാണിക്കുന്ന ക്ലോക്ക് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ നമ്പർ എ, അതെ 8 മണി എന്നുള്ളതാണെങ്കിൽ 8ലേക്ക് ചെറിയ സൂചിയും വലിയ സൂചി 12ലേക്കും വരണം. മറ്റേത് ക്ലോക്കിലും ബിയിൽ 10 മണിയാണ്, സിയിൽ 12:40, ഡിയിൽ 6 മണി. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഈ ഒരു ത്രികോണ രൂപം, ഈ ഒരു രൂപം ഉണ്ടാക്കാൻ ഒരു ചതുര കടലാസ് ചുവടെ കാണിച്ചിരിക്കുന്നതിൽ ഏത് രീതിയിലാണ് മടക്കേണ്ടത്, മുറിക്കേണ്ടത്? ത്രികോണം കിട്ടണം. അപ്പം നോക്ക്, കറക്റ്റ് കോണ് 3 കോണാണ് വേണ്ടത്. അപ്പോൾ 3 കോണുള്ള ചിത്രം, ഇതിൽ 3 കോണുണ്ടില്ല, ഇങ്ങനെ മുറിച്ചാൽ ഇത് 4 കോൺ വരും. ഇവിടെ ഓക്കെ 1 2 3 കോണുണ്ട്. ഇവിടെയോ ഇങ്ങനെ മുറിച്ചാലല്ല, 1 2 3 4 കോണ് വരും. ഇവിടെയും 4 വരും. അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി തന്നെയാണ് ശരിയായ ഉത്തരം അല്ലേ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ആകെ എത്ര പൂക്കളുണ്ടെന്ന് കണക്കാക്കുന്നതിന് താഴെ കൊടുത്ത ക്രിയകളിൽ ഏത് ഉപയോഗിക്കണം? ഈ ക്രിയയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ എത്ര പാത്രം ഉണ്ട് നോക്കാം. 1 2 3 4 5 6 പാത്രങ്ങൾ, ഓരോ പാത്രത്തിൽ 3 പൂക്കൾ. അപ്പോൾ ആകെ എത്ര പൂക്കൾ ഉണ്ടാവും? 6 ഗുണിക്കണം 3 അല്ലേ. 1 ഗുണിക്കണം 3, 2 ഗുണിക്കണം 3, 3 ഗുണിക്കണം 3, 4 ഗുണിക്കണം 3, 5 ഗുണിക്കണം 3, 6 ഗുണിക്കണം 3. അങ്ങനെ ഒന്നുണ്ടോ നോക്കാം. എ, 6 കൂട്ടണം 3, അല്ല. ബി, 6 ഗുണിക്കണം 3 അല്ലേ. മറ്റെല്ലാം തെറ്റാണ്. അപ്പോൾ ബി 6 ഗുണിക്കണം 3 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 396 എന്ന വീട്ടു നമ്പർ എഴുതിയിരിക്കുന്നത് ഏത് വീട്ടിലാണ്? 396 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ 100 എന്ന് പറയുമ്പോൾ 3 അക്കമുള്ള സംഖ്യ ആയിരിക്കണം. അപ്പോൾ 3 അക്കമുള്ള സംഖ്യകളുള്ള വീട് ഏത് തന്നെയാണ്? അവിടെ 396, ഇവിടെ 3906, ഇവിടെ 30096, ഇവിടെ 3096. അപ്പോൾ നമുക്ക് വേണ്ടത് 396. 396. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ. അടുത്ത ചോദ്യം, വ്യത്യസ്ത ദിവസങ്ങളിൽ ഒരു ലൈബ്രറി സന്ദർശിച്ച ആളുകളുടെ എണ്ണം ചുവടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഒരു ലൈബ്രറിയിൽ വന്ന ആൾക്കാരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആണുങ്ങൾ ഇങ്ങനെയും പെണ്ണുങ്ങൾ ഇങ്ങനെയുമാണ് കൊടുത്തിട്ടുള്ളത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ചോദ്യം ഇതാണ്, ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈബ്രറിയിൽ വന്നത്? ഇത് നോക്കിയാൽ തന്നെ തിരിയും. ഇതിപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അപ്പം ഈ ഓപ്ഷൻ വ്യാഴം, എ വെള്ളി, ബി തിങ്കൾ, സി ചൊവ്വ. ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറൊക്കെ തെറ്റാണ്, പക്ഷെ നമ്മൾ ഇതേ നോക്കണ്ടോ, ഉത്തരം ശരിയായത് ഏതിലാണുള്ളത് നോക്കുക. ഓപ്ഷൻ നമ്പർ ബി തിങ്കൾ. ഓക്കെ.
അടുത്ത ചോദ്യം, നിങ്ങളുടെ കയ്യിൽ 3 രൂപയുണ്ട്. 3 രൂപയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ 2 സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങണം. 2 എണ്ണം വാങ്ങണം. ഇതിൽ ഏതൊക്കെയാണ് വാങ്ങാൻ കഴിയുക? 2 എണ്ണമാണ് വാങ്ങേണ്ടത്. പേപ്പർ ക്ലിപ്പ് എന്തായാലും ഉള്ള ഗ്രൂപ്പ് നോക്കിയേ വേണ്ട, അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല. കാരണം അതിന് തന്നെ 4 രൂപയുണ്ട്. സ്കെയിലും ഉള്ളത് നോക്കിയിട്ടും കാര്യമില്ല. സ്കെയിലിന് 3 രൂപ. പിന്നെ 3 രൂപേൻ്റെ സാധനം മാത്രം ഒരു സാധനത്തിൽ ഒതുക്കേണ്ടി വരും. നമുക്ക് 2 സാധനം വാങ്ങണം. അപ്പം സ്കെയിലും പേപ്പർ ക്ലിപ്പും ഉള്ള ഗ്രൂപ്പ് ഒഴിവാക്കുക. പേപ്പർ ക്ലിപ്പും ബോൾ പെൻ ഇത് പറ്റൂല, കാരണം പേപ്പർ ക്ലിപ്പിന് 4 രൂപയുണ്ട്. പേപ്പർ ക്ലിപ്പും പെൻസിലും ഇതും വേണ്ട, നമുക്ക് പേപ്പർ ക്ലിപ്പുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാം. പെൻസിലും സ്കെയിലും ഇത് ഒഴിവാക്കുന്നുണ്ട്. സ്കെയിലിന് 3 രൂപ, അത് ഒഴിവാക്കി. അടുത്തത് ബോൾ പേനയും പെൻസിലും. ബോൾ പേനയ്ക്ക് 2 രൂപ, പെൻസിലിന് 1 രൂപ, ആകെ കൂടി 3 രൂപയാവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഏതാ ശരി? ഓപ്ഷൻ നമ്പർ ഡി, ബോൾ പേനയും പെൻസിലും. ഈ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളുടെ ലിങ്ക് ടീച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നോക്കി അടുത്ത ചോദ്യങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ.